ഈ ഒരു സീൻ കണ്ടോ? ഇത് കണ്ടാൽ തോന്നും ഭയങ്കര പാടാണെന്ന്. പക്ഷേ ഞാൻ ഇത് വളരെ ഈസി ആയിട്ടാണ് ചെയ്തത്. വേറെ കഥയൊന്നും പറയുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് മിക്സാമിൽ പോകുന്നു. ആസ് യൂഷ്വൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക് അനിമേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് വേണ്ടതൊരു സ്ലോ വാക്ക് അനിമേഷനാണ്. അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സോംബി വാക്ക് അനിമേഷൻ എടുക്കുന്നു. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ടീ പോസ് കൂടി ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. പിന്നീട് CG ട്രെയിലറിൽ പോയി അത്യാവശ്യം നല്ലൊരു ഫ്രീ റിഗ്ഡ് ക്യാരക്ടർ കൂടി ഡൗൺലോഡ് ചെയ്യുക. ഞാൻ എന്താ ഈ ഒരു ക്യാരക്ടർ എടുത്തു. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഇതുവരെ ആരും കാണിക്കാത്തൊരു കാര്യമാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. ആരും കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ദാറ്റ് ഈസ് കാസ്കേഡർ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു അനിമേഷൻ സോഫ്റ്റ്വെയറാണ്. നമുക്ക് അനിമേഷൻ വളരെ എളുപ്പത്തിൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാം. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പുതിയതായിട്ട് അനിമേഷൻ പഠിക്കുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കാരണം ഇതൊരു AI അസിസ്റ്റഡ് അനിമേഷൻ സോഫ്റ്റ്വെയറാണ്. കൂടാതെ മറ്റൊരു ഫിസിക്സ് ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. ഇത് എന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് പറയുന്നു. അതായത് ഞാൻ ചെയ്ത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യം ഞാൻ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച ക്യാരക്ടർ അതിൽ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിഗ്ഗിങ് മോഡിലേക്കാണ് ആദ്യമേ പോകുന്നത്. ഇത് റിഗ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ റിഗ് മോഡ് എസ് പ്രസ് ചെയ്യുക, വീണ്ടും എസ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ക്വിക്ക് റിഗ്ഗിങ് ടൂൾ. ഈ നീല ഡോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും മാനുവലായിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. എന്നിട്ട് റിഗ് എലമെൻറ്റ് കൊടുക്കുക, ജനറേറ്റർ റിഗ് പ്രസ് ചെയ്യുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിഗ്. ഇതൊന്ന് അനിമേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ കൈ പിടിച്ച് തിരിച്ചാൽ തന്നെ ബോഡി മൊത്തത്തിൽ അങ്ങോട്ട് വരും. അതാണ് ഇതിൻ്റെ ഓട്ടോ പോസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ അനിമേറ്റേഴ്സിന് മാത്രമേ അറിയുള്ളൂ പോസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്. ആ ഒരു സാധനമാണ് ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഓരോ അനിമേറ്റേഴ്സിൻ്റെയും ആദ്യ പാഠമെന്ന് പറയുന്നത് വാക്ക് സൈക്കിളും റൺ സൈക്കിളും ഒക്കെ ആയിരിക്കും. അത് എത്രത്തോളം പാടാണെന്ന് അവർക്ക് മാത്രമേ അറിയാം. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൽ അത് വളരെ എളുപ്പത്തിൽ ഞാൻ 30ാമത്തെ ഫ്രെയിമിൽ ക്യാരക്ടറിനെ കുറച്ചൊന്ന് നീക്കി വെച്ചു. ഇതിൻ്റെ ഇടയിലാണ് സാധാരണ അനിമേറ്റേഴ്സ് കീസ് ആഡ് ചെയ്ത് മറ്റ് പോസൊക്കെ ആഡ് ചെയ്ത് വാക്ക് സൈക്കിളും റൺ സൈക്കിളും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ്ട് ഇൻബിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഇതൊന്നും ഞെക്കിയാൽ മാത്രം മതി. വാക്ക് സൈക്കിളും റൺ സൈക്കിളും ഒക്കെ ഇതായപ്പോൾ നടന്നു തുടങ്ങി. ഈ ഫ്രെയിംസിൻ്റെ അകലം കൂട്ടുന്നതും കുറയ്ക്കുന്നതും അനുസരിച്ച് വാക്ക് സൈക്കിളും റൺ സൈക്കിളും ഒക്കെ ആകും. ഇനിയാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് കാസ്കേഡറിനെ കുറച്ചും കൂടി പോപ്പുലർ ആക്കിയത് ഈ ഫിസിക്സ് എന്ന് പറയുന്നൊരു ടൂളാണ്. നമുക്ക് സാധാരണ അനിമേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറ്റുന്നതാണ് ഒരു വെയിറ്റ് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റാത്തത്. ഈ ഫിസിക്സ് എനേബിൾ ചെയ്യുമ്പോൾ ക്യാരക്ടറിന് ഒരു വെയിറ്റ് ഫീൽ ചെയ്യും, ഒരു സ്മൂത്ത്നെസ് വരെയും, ക്യാരക്ടറിൻ്റെ ട്രാജക്ടറിയും പിന്നെ ഈ കൈയൊക്കെ ആടുമ്പോഴുള്ളൊരു ഒരു ആർക്കുണ്ടല്ലോ അതൊക്കെ ക്ലിയർ ചെയ്ത് സെക്കൻഡറി മോഷനൊക്കെ ആഡ് ചെയ്ത് അടിപൊളിയാക്കി തരും ഈ ഫിസിക്സ് എന്ന് പറയുന്നത്. അത് ഞെക്കിയാൽ മാത്രം മതി ഈ ഒരു അനിമേഷൻ ഫൈനലായിട്ടുണ്ട്. അതൊന്ന് വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ ചെയ്തു വെച്ച വാക്ക് അനിമേഷൻ മണിക്കൂറുകളോളം അനിമേറ്റേഴ്സ് നിന്ന് ചെയ്യുന്ന സാധനമാണ് ഇപ്പം മിനിറ്റുകൾ കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു അനിമേഷൻ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മളൊരു പുതിയ സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇമ്പോർട്ട് FBX കൊടുക്കുക. ഈ ടൈപ്പ് എന്ന് പറയുന്നത് ആഡ് മോഡൽ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ടീ പോസ് ആദ്യം കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതെന്തിനാണെന്നറിയാമോ? ഈ മിക്സാമോ ക്യാരക്ടർ കാസ്കേഡറിൻ്റെ റിഗിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരത്തെ പോലെ ജനറേറ്റർ റിഗും ക്വിക്ക് റിഗിങ് ടൂളൊക്കെ എടുക്കുക. മിക്സാമോ ഇതുമായിട്ട് ഭയങ്കര കമ്പാറ്റബിൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം സെറ്റപ്പ് ആകും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും FBX ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇത്തവണ ആഡ് മോഡൽ എന്നുള്ളതിന് പകരം അനിമേഷനാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച അനിമേഷൻ ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി പ്ലേ ചെയ്ത് നോക്കിയേ, ആ സോംബി വാക്ക് അനിമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതല്ല വേണ്ടത്, ഈ ഒരു അനിമേഷൻ നമ്മുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരണം. ഈ അനിമേഷൻ എങ്ങനെ അപ്പുറത്ത് കൊണ്ടുവിടും? ഇത് വളരെ എളുപ്പമാണ്. നമ്മളിതാണ്ട് ഈ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യും, എഡിറ്റിലേക്ക് വന്ന് റീടാർഗറ്റ് കോപ്പി പ്രസ് ചെയ്യും. ദെൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ അവിടേക്ക് പോവും, ആവശ്യത്തിന് ഫ്രെയിംസ് സെലക്ട് ചെയ്യുന്നു, എഡിറ്റിലേക്ക് പോകുന്നു, റീടാർഗറ്റിംഗ് പേസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റീടാർഗറ്റ്. എനിക്ക് അനിമേഷൻ ഭയങ്കര പിടുത്തമില്ല, പക്ഷേ അതുകൊണ്ട് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനിമേഷൻ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും ഒരു ബിഗിനർ ലെവൽ സെറ്റപ്പൊക്കെ വേണമെങ്കിൽ ഇത് വെച്ച് പഠിച്ചാൽ മതി. ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഉണ്ട്. ഇത് ഒരു പ്രൊമോട്ടഡ് വീഡിയോ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. കാസ്കേഡറൊക്കെ എന്നെ പ്രൊമോട്ട് ചെയ്യാനും മാത്രം ഗതികെട്ടവരൊന്നുമല്ല. എന്തായാലും നമുക്ക് ബ്ലെൻഡറിലേക്ക് പോവാം. ബാക്കി യുദ്ധം അവിടെ. ബ്ലെൻഡറിൽ കൊണ്ടുവന്നിട്ടപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട എൻ്റെ പൊന്നോ,
പക്ഷേ ഇത് കണ്ട് പേടിക്കണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ ചപ്പും ചോറും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് എഡിറ്റ് മോഡിലേക്ക് പോകുന്നു. ആക്ച്വലി ഇത് അവൻ്റെ തലയായിരുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാണെന്ന്. കാരണം തല ഇരിക്കേണ്ടതല്ല തല ഇരിക്കുന്നത്. എന്ത് ചെയ്യണം, ഈ ക്യാരക്ടറിൻ്റെ മെഷ് മൊത്തം സെലക്ട് ചെയ്തിട്ട് അത് എക്സ് ഡയറക്ഷനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് റൊട്ടേറ്റിൻ്റെ RX-90 ഇത്രയും പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ് ആയിരിക്കില്ല, വൈ ആണെങ്കിൽ അങ്ങനെ. എന്തായാലും തല ഇരിക്കേണ്ടടുത്ത് കൊണ്ടുവന്ന് ബാക്കിയുള്ള ചപ്പും ചോറും കൂടി അതുപോലെ കൊണ്ടുവച്ചൊരു ടാബ് പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ നിന്ന് ഔട്ടായപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ഈ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഈ ടെക്സ്ചറെല്ലാം പോയി. പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇരട്ടി പണിയായി. കാരണം ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഓരോ ടെക്സ്ചറും ഇനി ആഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വീണ്ടും പേടിക്കണ്ട, ഞാൻ വീണ്ടും പരിഹാരം കണ്ടുപിടിച്ചു. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒറിജിനൽ FBX ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഈ ആർമേച്ചറും അതിൻ്റെ ആർമേച്ചറും സെലക്ട് ചെയ്തിട്ട് Ctrl+L കോപ്പി അനിമേഷൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ റീടാർഗറ്റ്. ചിലപ്പോൾ ഇത് ഒരേ ആർമേച്ചർ ആയതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ഈ ചെളി ഉണ്ടാക്കുന്നത് ഡൈനാമിക് പെയിൻറ്റിങ് എന്ന് പറയുന്ന ബ്ലെൻഡറിലെ ഒരു സെറ്റിങ്സ് വെച്ചിട്ടാണ്. ആക്ച്വലി അത് ഭയങ്കര എളുപ്പമാണ്, പക്ഷേ റെൻഡറിങ് ഭയങ്കര സമയമെടുക്കും. എന്തായാലും ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ക്യാമറയിൽ വരാത്ത ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലെയിൻ ആഡ് ചെയ്യുകയാണ്. ഇതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനായിട്ട് Shift+R പ്രസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ ഷൂ സെലക്ട് ചെയ്യുന്നു. ഫിസിക്സ് ടാബിലെ ഡൈനാമിക് പെയിൻറ്റിൽ പോയി അതിനകത്ത് ഈ ടൈപ്പ് എന്നുള്ളത് ക്യാൻവാസ് മാറ്റി ബ്രഷ് ആക്കിയിട്ട് ആഡ് ബ്രഷ് കൊടുക്കും. ഇനി ഇതേ സാധനം ഈ പാൻറ്റിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. സാധാരണ നമ്മൾ സെലക്ട് ചെയ്ത് വീണ്ടും ഡൈനാമിക് പെയിൻറ്റ് പോകുന്നതിന് പകരം ഒരു എളുപ്പ വഴിയുണ്ട്. ആ പാൻറ്റ് സെലക്ട് ചെയ്യുക, പിന്നെ ഷൂസ് സെലക്ട് ചെയ്യുക. ഈ ഷൂസ് ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കണം. ഈ ലൈറ്റ് ഓറഞ്ച് കളർ എന്ന് പറയുന്നതാണ് ആക്റ്റീവ് സെലക്ഷൻ. അങ്ങനെ ആക്കി നിർത്തിയതിന് ശേഷം Ctrl+L പ്രസ് ചെയ്ത് കോപ്പി മോഡിഫയർ ചെയ്താൽ മതി, നേരത്തെ പോലെ തന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആക്റ്റീവ് ഒബ്ജക്ട്സിലെ മോഡിഫയേഴ്സ് മറ്റ് ഒബ്ജക്ട്സിലേക്ക് കോപ്പി ആവുന്നതാണ്. ഇത് നമ്മുടെ പ്ലെയിൻ സെലക്ട് ചെയ്ത് ഡൈനാമിക് പെയിൻറ്റ് കൊടുക്കുകയാണ്. ഇതിലെ ടൈപ്പ് ക്യാൻവാസ് ആക്കി മാറ്റുന്നു, ആഡ് ക്യാൻവാസ് ആക്കി കൊടുക്കുന്നു. സർഫസ് ടൈപ്പ് പെയിൻ്റ് എന്നുള്ളത് മാറ്റി വേവ്സ് ആക്കി മാറ്റുന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു വേവ്സ് ആനിമേഷൻ കിട്ടും. ഈ വാട്ടർ റിപ്പിളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അത് ചെയ്യാൻ ഈ ഒരു സെറ്റപ്പ് മതി. പക്ഷേ നമുക്കിവിടെ വേണ്ടത് ചെളിയാണ്. ചെളിയും മഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ചെയ്യുന്നതിന് ഇവിടെ വന്നിട്ട് ഈ സ്കെയിൽ അതിന് 0 കൊടുക്കുന്നു, സ്പീഡ് അതും 0 കൊടുക്കുന്നു. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ചെളിയായി, പണി കഴിഞ്ഞു. ഇനി ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇതിനൊരു സ്മൂത്ത്നെസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ മോഡിഫയറിൽ പോകുന്നു, ഒരു സബ് ഡിവിഷൻ സർഫസ് ആഡ് ചെയ്യുന്നു. ഇനിയും നിങ്ങൾക്ക് ക്വാളിറ്റി പുഷ് ചെയ്യണമെങ്കിൽ ഒരു സബ് ഡിവിഷൻ മോഡിഫയർ കൂടി ആഡ് ചെയ്യുക. ഡൈനാമിക് പെയിൻറ്റിൻ്റെ മോളിൽ കൊണ്ടുവയ്ക്കുക. ഇത് ഒരുപാട് റിസോഴ്സ് കൺസ്യൂമിംഗ് ആണ്. ട്രൈ അറ്റ് യുവർ ഓൺ റിസ്ക്. ഇനി ഇതിനൊരു ടെക്സ്ചർ ആഡ് ചെയ്യണം. ഞാൻ എന്താ ബ്ലെൻഡറിൽ കിട്ടിപ്പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മഡിൻ്റെ ടെക്സ്ചർ ആഡ് ചെയ്യുന്നു. അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാം ഓക്കെ ആയി. ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഒരു കാരണവശാലും നേരെ പോയി അങ്ങ് റെൻഡർ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ പാതി വഴിയിൽ എന്തായാലും റെൻഡർ മുടങ്ങി പോകും. അങ്ങനെ പോയിട്ട് നിങ്ങൾ ആ ഫ്രെയിം തൊട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഫ്രെയിമും അടുത്ത ഫ്രെയിമും തമ്മിൽ രാവും പകലും വ്യത്യാസമാവും. കാരണം ഇത് ഡൈനാമിക്സ് ആണ്. ഓരോ സമയം ഓരോ തരത്തിലായിരിക്കും റിസൾട്ട് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കില്ല, അത് നമ്മുടെ കണ്ടിന്യൂറ്റിയെ ബാധിക്കും. അതുകൊണ്ട് വീണ്ടും ചിലപ്പോൾ നമുക്ക് റെൻഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ കേഷിൽ വന്നിട്ട് ബേക്ക് ഓൾ ഡൈനാമിക്സ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ റിസൾട്ട് നമ്മുടെ ഏതെങ്കിലും ഡിസ്കിൽ എവിടെയെങ്കിലും സേവ് ആകും. പിന്നെ നമ്മൾ എത്ര പ്രാവശ്യം റെൻഡർ ചെയ്താലും ഒരു വിഷയമില്ല. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ പരിപാടി ചെയ്യാം. ബാക്കിയൊക്കെ ക്യാമറ ട്രിക്കാണ്. ആൻഡ് താങ്ക്സ്. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പ്ലീസ് സപ്പോർട്ട്.